ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലട്ട രാവിലെ നോക്കുമ്പോ എണിച്ചിട്ട് ഇന്ന് പണിയില്ല. അപ്പൊ ഇവ കാണണേ ഇല്ല. ഇങ്ങോട്ട് വന്ന് നോക്കാൻ നേരത്തെ ഇതല്ലേ പണി. പിന്നെ ഇവിടെ നമ്മള് കുസൽനഗർ പോയിട്ട് വരുമ്പോ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഒരു 5-6 കൊണ്ടുവന്നു. ഇത് പാക്കറ്റിന് 30 രൂപ. ഇത് പച്ചമുളക്, ബീൻസ്, പിന്നെ നൂക്കോള്, മൂലങ്ങി, ഇങ്ങനത്തെ ഒരു 5-6 പാക്കറ്റ് കൊണ്ടുവന്ന് ഇത് കൊറേ ഇട്ട് കൊടുത്തിന്. ബീൻസ് വന്നിരുന്നതാ. ബീൻസ് എല്ലാം വന്നല്ലേ. ഓ ഇതിന് മണ്ണ് കൂട്ടിയിട്ട് കുത്തി കൊടുത്തല്ലേ കമ്പല. നൂക്കോള് വന്നിരുന്നതാ. ആ നൂക്കലത് എങ്ങനത്തെ കളറ്? നൂക്കോള് ഇത് ബീട്രൂട്ട് കളറ്. അതിന്റെ തണ്ട് നോക്ക്, ബീട്രൂട്ട് കളറായിട്ട്. അതെ അതെ, ചുവപ്പ് കളർ അല്ലേ? ബീട്രൂട്ട് കളർ. അതെ. പിന്നെ ഇവിടുന്ന് തണ്ടുള്ള ബീട്രൂട്ട് കളർ. ഇത് ബീട്രൂട്ട് കളർ പറഞ്ഞിട്ട് കൊടുത്തതാ. തണ്ടെല്ലാം നോക്കുമ്പോൾ ബീട്രൂട്ട് കളർ വന്നുകൊണ്ട് നിറച്ച് വന്നിന് പാങ്ങൾ വന്നിട്ടുണ്ട്. വെണ്ട വന്നിന് 1 2 3 ചെടി വന്നിന് അല്ലേ? അതെ, വരുന്നില്ല. 2-3 എന്തോ വന്നിന്. അത് നന്നാവോ നോക്കാം. ഇല്ലെന്ന് അറിയില്ല. ഈ മണ്ണിൽ ആവോ ഇല്ലെന്ന് അറിയില്ലല്ലേ. അല്ല, വെറും എന്തോ പ്രശ്നം ഉണ്ടാവോ കുരു. വിത്തിട്ടുണ്ട്. കക്കരിക്ക നല്ല പോലെ വന്നിന് പാങ്ങള്. പെട്ടെന്ന് മേലെ വരും അല്ലെ? അതെ. കൊമ്പും കുത്തി കൊടുത്തെങ്കിൽ വള്ളിയും വേഗം കേറിക്കോളും. കൊമ്പ് കുത്തിയാല് വള്ളിയും വേഗം കയറും. പിന്നെ ഈ നായ്കളെല്ലാം ചവിട്ടി ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ എണിച്ചിട്ട് കൊമ്പ് കുത്തി കൊടുത്തു. ചെറിയൊരു വിത്തോ വീട്ടിലെല്ലാം ഈ മുളകിന്റെ വിത്തെല്ലാം ഇട്ടിട്ട് അത് വന്നാ നോക്കുന്ന ഇത് നന്നായിട്ട് വരുന്നുണ്ടാന്ന് പറഞ്ഞിട്ട് നോക്കാം. അതെ. അങ്ങനെ ഇന്നും 3 പണിക്ക് പോയിട്ടില്ല. രാവിലേന്ന് കൊറേ പണിയെടുത്ത് ബീൻസ് നടലത്ര, പിന്നെ കോഴിന്റെ കൂടുരുപ്പേരിയാക്കല്ലത്ര എല്ലാം കൊറേ പണിയെടുത്തപ്പ ഇരുന്നിട്ടൊന്നും ഇല്ല. നാഷ്ടാക്കിയിട്ട് അപ്പളേക്ക് ഗീതയും കൊറേ പണി എടുത്ത് തീർത്ത് അങ്ങനെ ഇപ്പൊ സമാധാനത്തിൽ ഞങ്ങൾ ഇരുന്നിന്. അമ്മ ഇത്തിരി തല പൊന്തിച്ചിന് മക്കളെ. ഇത് ഒരു ദിവസം കുറവാവും, ഒരു ദിവസം അധികമാവും. ഇത് മായത്തിന്റെ രോഗം കാണുന്നുണ്ട്. എന്നാ ഇന്ന് കുറച്ച് ചിരിച്ചിട്ടല്ല ബാക്ക് പറയാ. അങ്ങനെ ഉണ്ട് നാന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ മോളോ ഒരു പാട്ട് പറയും. പിന്നെ ഇത്ര ദിവസം അമ്മ സുഖമില്ലാണ്ട് കിടന്നവിടെയും പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാണ്ട് ശ്വാസം മുട്ടെല്ലാം ഇരിക്കുമ്പോ നമുക്കും ഭയങ്കര വിഷമമുണ്ടായി. പിന്നെ എന്തോ ഒരു മാതിരി വീട്ടില് നിൽക്കാൻ ഒരു സന്തോഷമില്ല. പിന്നെ ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മതി. നമുക്ക് പൈസ ഇതും സ്വത്തും കിത്തും ഒന്നും വേണ്ട. നമുക്ക് ഇത്ര നല്ലതിലുണ്ടാ മതി. അങ്ങനെ തന്നെയല്ലേ മക്കളും എവിടെയാണ്ട് സുഖത്തിലുണ്ടെന്ന് പറയുമ്പോ പെറ്റ ഒരു സന്തോഷം വേറെ ഉണ്ട്. പിന്നെ മക്കൾ കഷ്ടപ്പെടുന്നു പറയുമ്പോ അമ്മ തിന്ന ചോറ് അവളുടെ തടിക്ക് പിടിക്കില്ല. എനക്ക് വേണ്ടിയത് എന്താ പറഞ്ഞ കുട്ടികൾ സന്തോഷത്തിലുണ്ട് അവിടെ എന്ന് പറയുന്നതാ എനക്ക് വേണ്ടിയത്. അതെല്ലാം ഉണ്ടപ്പാ. ദൈവം അതെല്ലാം കുറച്ചിട്ടൊന്നും ഇല്ല. അതന്നെ. പിന്നെ അതിനെ കൊണ്ട് സന്തോഷം തന്നെ. ഒന്ന് കണ്ണിൻ്റെ അടുത്തില്ല. അത് ദൂരെ വൈ പെൺകുട്ടികളിന് അങ്ങനെയല്ലപ്പാ കൊണ്ടുവരാൻ ആവില്ലല്ലേ നമ്മക്ക്. എവിടെ വിളിക്കണോ അവിടേക്ക് കൊടുക്കണം. അങ്ങനെ അതിനെ ഒന്നിനെ അവിടെ കൊടുത്തിന്. അതിനെ കൊണ്ട് ഒരു ലേസം കാണാനിപ്പോ ഒരു കുഞ്ഞു ബാബയും ഉള്ളതാണ്. അതും ഉള്ള കൊണ്ട് നമുക്ക് അതിനെയും നോക്കിക്കൊണ്ടിരിക്കാറ് നല്ലേന്ന് ഓർമ്മ. അങ്ങനെ എന്ത് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് പണിയും ഇല്ലാണ്ടായിട്ട് കുറച്ച് ഈ വീട്ടിലത്തെ പണികൾ തന്നെ ആയി. ഇത്ര നേരമായി പണിയെടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ നേരം പോണ്ട. അലക്കാനുണ്ടാവൂ, ചോറ് വെക്കാൻ ഉച്ചക്ക് ഉണ്ടാവൂ. അതെല്ലാം വീട്ടു പണിയല്ലേ മക്കളെ. പാത്രം കഴുകലും അടിച്ചു വരലും തുടക്കലും ഇതന്നെ. ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ ഉള്ള കൊണ്ട് ഈ കുമ്പിട്ടിട്ട് ഇരുന്നിട്ട് അസോ എന്ന് പറഞ്ഞിട്ട് അളക്കണ്ട. അതിൽ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാല് നമുക്ക് അതിന്റെ പണി തീർന്നു. അയ്യാ
അതൊരു സമാധാനായി എല്ലാ പറയലും ഇപ്പൊ അത് ഓരോന്നുള്ള കൊണ്ട് അല്ലാങ്ക് ഡോബി കൊണ്ടുപോകണം, അങ്ങനെ വണ്ണം കൊണ്ടുപോകണം, അങ്ങനെ ഓരോരോ മൂട്ട ഉണ്ടാവും. അത് കൊണ്ടുപോയി കല്ലിൻ്റെ അടുത്ത് ഇട്ടിട്ട് അളക്കുന്നത് കാണുമ്പോ വേറെല്ലാം കത്തു. പണി വിട്ടിട്ട് വന്നാലും അളക്കണം, അളക്കാണ്ടാവില്ലല്ലേ. എനിക്ക് അലക്കണ പണിയില് വീട് പണിയിൽ വെച്ചിട്ട് അലക്കണത് തന്നെ വെറും ഒരു ഇത് മടി പിടിച്ച പണി. അത് അലക്കണോ ഒലുമ്പണോ പിന്നെ കൊണ്ടുവന്നിട്ട് വെയിലത്ത് കൊണക്കണോ. മോളെ ഇപ്പൊ നിങ്ങക്ക് അത്ര ഉള്ളത്. ഞങ്ങക്ക് പണ്ട് ഇങ്ങനെ ഇവരെല്ലാം ചെറുതിരിക്കുമ്പോ ഉണ്ടായതറിയോ, ഓടി വന്ന് ഒരു ചാക്ക് എടുത്തോണ്ട് പോകണങ്ങ. അതും കഴിച്ചിട്ട് മൂട്ട കെട്ടി വെച്ചിട്ടുണ്ടാവും തുണി. ഇതും എടുത്ത് തലയിൽ വെച്ച് ഒരേ ഓട്ടം ചെരയുള്ളവിടേക്ക് ഓടും. അവിടെ ഓടിപ്പോയിട്ട് ഇതെല്ലാം അലക്കിയിട്ടാവുമ്പോ വിളക്ക് വെക്കാൻ നേരമാവും. അപ്പൊ കറണ്ടും ഇല്ല. ആ തുണിയെല്ലാം കൊടുന്ന് ആറെണ്ണിട്ട് മക്കൾ നല്ല ചൂടുവെള്ളം വെച്ച് കുളിപ്പിച്ച് അതെല്ലാം ആയിട്ട് അവർക്ക് ഇത്തിരി തിന്നാൻ ഉറങ്ങണ്ട മക്കളേന്ന് ഒന്നൊന്നിന്റെ പേര് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുണ്ടാവും. അവർ ഉറങ്ങിയാൽ നമുക്ക് തിന്നാൻ മനസ്സ് വരില്ലേ. ഇത്തിരി കണ്ണു മൂടിയുണ്ടാകും ബായിക്ക് കൊക്കൊക്കെ കൊടുത്താല് അങ്ങോട്ട് തിന്നോളൂ. പിന്നെയാണ് നമ്മൾ തിന്നിട്ടല്ല ഉറങ്ങുന്നത്. ഇപ്പൊ എന്റെ കുട്ടികളുടെ ജോഗം നല്ല ഉണ്ട്, എല്ലാ ദൈവം കൊടുത്തുന്ന്. അയ്യാ മുമ്പത്തെ അങ്ങനെ കഷ്ടം നിങ്ങൾക്ക് പെടാനാവൂല്ല. ഉള്ളിലെ വെള്ളം, അതെ അതെല്ലാം പറയലു. ഇപ്പൊ അതൊന്നും ആയിനപ്പ. നിന്നടുത്ത് തന്നെ ഇപ്പുറത്തിന് വെള്ളം പിടിക്ക, ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെക്ക, അത് തിളയ്ക്കുമ്പോ അതിനെ ഇറക്കി വെക്ക, പിന്നെ ഒന്ന് വേണം കയ്യില് വെക്ക. ഇതങ്ങനല്ല. ഊതടാന്ന് 2 കൊള്ളിയും വെച്ചിട്ട് കുമ്പിട്ടിട്ട് ബുറോന്ന് ഊതിയിട്ട് നെഞ്ഞു പൊട്ടുന്ന അങ്ങനെ ഉണ്ടാവും. അയ്യാ തിളപ്പിച്ചിട്ടല്ല കിട്ടണമെങ്കിൽ മോന്തിക്ക് ചോറെല്ലാം ആയാല് പിന്നെയും കുറച്ച് വിറകെടുത്തിട്ട് അടുപ്പിൻ്റെ മേലെ വെച്ച് ചൂടാക്കി രാവിലെ എണിച്ചിട്ട് ആ വിറകിനെ പൊടിപ്പിച്ച് ആദ്യം ഓരോരോ ഗ്ലാസ് കാപ്പി വെച്ചിട്ട് പിന്നെ ചോറ് ഉച്ചയ്ക്ക് ചോറ് തന്നെ വെക്കും. നാഷ്ടയില്ല, രാവിലേക്കും അത്ര ഉച്ചയ്ക്ക് കൊണ്ടുപോകാനോ അത് വെക്കും. അങ്ങനെ അപ്പൊ അമ്മ ഒരു പാട്ട് പാടും. കൊറേ ദിവസമായി അമ്മ പാടാണ്ട്. അമ്മ ഇപ്പൊ ഉണ്ട്. അമ്മ ഇല്ലാത്തപ്പോ എന്റെ മോൻ പാടണം ഈ പാട്ട് കേട്ടാ. അങ്ങനെയല്ല പറഞ്ഞിട്ട് അമ്മ വിഷമിക്കണ്ട. എന്തിന് ഇതില് എന്ത് വ്യസനമുള്ളത് ഉലകത്തില്? അതൊന്നുമില്ല. ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ആയി, നമ്മൾ ഇന്നലെ എല്ലാം പോയി, എല്ലാരും വന്നു വ്യസം ചാറാങ്കും. അത് ഭൂലോകത്തില് എല്ലാം ഉള്ളത്, ജനിക്കലും പോവലും എല്ലാമും. കണ്ണു നിറഞ്ഞാണ് ഇതോ എന്തും ദൈവം മുന്നാലേ நான் ஒரே ஒரு பொன்னகையை கண்டேனே, பாசமுள்ள பார்வையிலே கடவுள் ஆடிரா, கருணை உள்ள உள்ளத்திலே கோயில் கொள்கிறா, இதோ எந்த தெய்வம் முன்னாலே நான் ஒரே ஒரு பொன்னகையை கண்டேனே, பாசமுள்ள பார்வையிலே கடவுள் ஆடிரா, കരുണ ഉള്ള നെഞ്ചിനിലെ കോയിൽ കൊള്ളുകീരാ. എങ്ങനെ അങ്ങൂർ പാട്ട് പറയണു എന്റെ മോന് പറഞ്ഞിട്ട് തൊണ്ടയെല്ലാം കഫം കെട്ടിപ്പോയിന്ന് കൊടുത്തിട്ട് അമ്മ പാടി. അമ്മക്ക് പിന്നെ രാഗം വേണം ഒന്നുമില്ലമ്മ. നിന്റെ ഈ പഴയ കാലത്തില് ആ പാട്ട് കേൾക്കാൻ തന്നെ ഒരു രസം, സന്തോഷം വേറെ. ഇത് അമ്മക്ക് വേണ്ടിയിട്ട് മക്കൾ പാടുന്നത് പാട്ട്. വയസ്സായ അമ്മ ഉണ്ടായി വീട്ടില്. വിജുന്റെ അടുത്ത് 2-3 പ്രാവശ്യം ഞാൻ കാറിൽ പോകുമ്പോ പാട്ട് പറയമ്മന്ന് പറയുമ്പോ അവളുടെ അമ്മമ്മ ഉണ്ടായി സുഖം ഇല്ലാണ്ട് വീട്ടില്. ഈ പാട്ട് പറഞ്ഞിട്ട് മോനെ ഈ പാട്ട് നീ പഠിച്ചിട്ട് പറയണം കേട്ടോ, ദൈവത്തിൻ്റെ അങ്ങനെ അമ്മമ്മ ഉണ്ടല്ലേ വീട്ടില് എന്ന് പറഞ്ഞിന്. അങ്ങനെ പിന്നെ എന്താ തായില്ലാமல் நானில்லை, தானே அவரும் பிறந்ததில்லை, எனக்கொரு தாய் இருக்கின்றா, இன்றும் என்னை காக்கின்றா,
ഒരു തായില്ലാമൽ നാനില്ലേ. അത് നല്ല രാഗമുണ്ട് മക്കളെ. സുഖമില്ലാത്ത കൊണ്ട് ഈ രാഗം ഇത്രയേ വരുന്നത് എനിക്ക്. ഈ ഇതെല്ലാം പാങ്ങാവുമ്പോ നീട്ടി പറഞ്ഞിട്ട് ഈ പാട്ട് കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ അടിപൊളിയുണ്ടായി പാട്ട്. അർത്ഥം എല്ലാം പറഞ്ഞു കൊടുത്തത് സൂപ്പർ ആയിട്ടുണ്ടായി. അതെ ഇന്ന് രാവിലെ എണിച്ചിട്ട് അതെ സുണ്ടിയ പോകുമ്പോ നമ്മള് 7th മൈലില് അതെ ഒരു മറിപ്പ്. അങ്ങനെ ഞാനും ഗീത ഒരു മറിപ്പിന് പോയിട്ട് വന്ന്. അമ്മക്ക് വരണമല്ല ഇപ്പോലെ സുഖം അല്ലാണ്ട് അങ്ങനെ. അപ്പോ മരപ്പിനെല്ലാം പോയിട്ട് വന്ന് അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.